ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ US വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ US വിസ റീസെൻറ്റ് അപ്ഡേറ്റ്സ് തീർച്ചയായും നിങ്ങളുടെ വിസ അപ്രൂവലിനെ ഡയറക്റ്റ് ബാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിസ ഏത് ടൈപ്പ് ആയാലും, ടൂറിസം, വർക്ക്, സ്റ്റുഡൻസ്, ബിസിനസ് ഏത് തന്നെ ആയാലും 2026 ഫൈനാൻഷ്യൽ ഇയറിലെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് നോക്കാം. ന്യൂ $250 വിസ ഇൻ്റഗ്രിറ്റി ഫീ. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ആക്ട് വഴി $250 വിസ ഇൻ്റഗ്രിറ്റി ഫീ എല്ലാ നോൺ ഇമിഗ്രൻറ്റ് വിസ ആപ്ലിക്കൻസിനും, അതായത് B1, B2, F, M, J, H1B, L1 എന്നീ വിസകൾക്കെല്ലാം ബാധകമാക്കി. ഇത് ഒക്ടോബർ 1, 2025 മുതൽ പ്രാബല്യത്തിലായി. സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ഫീ ആയ $185 പുറമെയാണ് ഈ ഫീസ്. ഇത് ടോട്ടൽ കോസ്റ്റ് 2.5 ടൈംസ് ആയി ഉയർത്തുന്നു. ഇത് റീഫണ്ടബിൾ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഇതുവരെ ആയിട്ടില്ല. ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് വിസ ആപ്ലിക്കേഷൻ ഫീ $185, അത് നോൺ റീഫണ്ടബിൾ ആണ്. വിസ ഇൻ്റഗ്രിറ്റി ഫീ $250. I-94 ഫീ $24. എക്സ്ട്രാ ഫീ ഇഫ് ആപ്ലിക്കബിൾ ദെൻ $13. അതായത് B1, B2 വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ പ്രീവിയസ്ലി കൊടുക്കേണ്ടിയിരുന്നത് $185, അതായത് 17,390 രൂപ. അത് സർചാർജുകൾ ഉൾപ്പെടെ ഇപ്പോൾ $472 വരെ, അതായത് 44,368 രൂപ വരെ ആയി ഉയർന്നിരിക്കുന്നു. അടുത്ത മാറ്റം ഇൻ്റർവ്യൂ വെയ്വർ പ്രോഗ്രാം സിവിയർലി റെസ്ട്രിക്റ്റഡ്. വളരെ പ്രസിദ്ധമായിരുന്ന ഡ്രോപ്പ് ബോക്സ് ഫെസിലിറ്റി, അതായത് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ഡോക്യുമെൻറ്റ് സബ്മിഷൻ വഴി വിസ റിന്യൂ ചെയ്യാമായിരുന്ന സൗകര്യം വളരെ റെസ്ട്രിക്റ്റഡ് ആയി. സെപ്റ്റംബർ 2, 2025 മുതൽ ഫുൾ വാലിഡിറ്റി, അതായത് ഇന്ത്യൻസിന് 10 ഇയേഴ്സ് വാലിഡിറ്റി ഉള്ള B1, B2 വിസ ആപ്ലിക്കൻസിന് റിന്യൂ ചെയ്യുന്നതിന് മാത്രമായി ഈ ഇൻ്റർവ്യൂ വെയ്വർ പ്രോഗ്രാം ചുരുക്കി. മാത്രവുമല്ല, ഈ ഫെസിലിറ്റി ഡൽഹി US കോൺസുലേറ്റിൽ മാത്രമാക്കി. ചുരുക്കത്തിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ വെയ്വർ പ്രോഗ്രാമിന് അർഹതയുള്ളത് ഫുൾ വാലിഡിറ്റി B1, B2 വിസ റിന്യൂവലിനും ഫോറിൻ ഒഫീഷ്യൽസിനും ഡിപ്ലോമാറ്റ്സിനും പിന്നെ ലിമിറ്റഡ് എക്സെപ്ഷൻ കാറ്റഗറീസിനും മാത്രമായി റെസ്ട്രിക്റ്റഡ് ആയി. അടുത്ത മാറ്റം തേർഡ് പാർട്ടി പാസ്പോർട്ട് കളക്ഷൻ അവസാനിപ്പിച്ചു എന്നതാണ്. 2025 ഓഗസ്റ്റ് മുതൽ ആപ്ലിക്കൻസിൻ്റെ പാസ്പോർട്ട് ആൻഡ് ഡോക്യുമെൻസിൻ്റെ സേഫ്റ്റിയെ കരുതി തേർഡ് പാർട്ടി പാസ്പോർട്ട് കളക്ഷൻ നിർത്തലാക്കി. ആപ്ലിക്കൻസിൻ്റെ ID കാർഡും അതിൻ്റെ കോപ്പിയും അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്ററിൻ്റെ കോപ്പിയും ഹാജരാക്കി ആപ്ലിക്കൻസിന് US കോൺസുലേറ്റിൽ നിന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കൊറിയറായി ലഭിക്കുന്നതിനും ഓപ്ഷനുണ്ട്. മൈനേഴ്സിൻ്റെ കേസിലാണെങ്കിൽ പാരൻസിൻ്റെ ഒറിജിനൽ കൺസേൺ ലെറ്ററും ID കാർഡും കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ പാസ്പോർട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഇമെയിൽ സ്വീകാര്യമല്ല. ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് 79 ഇയേഴ്സ് ആൻഡ് അബവ് ഉള്ളവരുടെ പാസ്പോർട്ട് കളക്ഷൻ നടത്താവുന്നതാണ്. അടുത്ത മാറ്റം വിസ റീഷെഡ്യൂളിങ്ങിന് മോർ റെസ്ട്രിക്ഷൻസ് ആയി എന്നതാണ്. 2025 ജനുവരി മുതൽ വിസ റീഷെഡ്യൂളിംഗ് ഒരിക്കൽ മാത്രമാക്കി. 2025 നവംബർ 1 മുതൽ നമ്മുടെ പ്ലേസ് ഓഫ് റെസിഡൻസിന് അസൈൻ ചെയ്തിട്ടുള്ള കോൺസുലേറ്റിൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റെഫ്യൂസൽസിന് കൂടുതൽ ചാൻസ് ഉണ്ട്. റീഷെഡ്യൂളിംഗ് ഒരിക്കൽ മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, FMJ വിസകൾ അപ്ലൈ ചെയ്യുന്നവർ ലാസ്റ്റ് 5 ഇയേഴ്സിലെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക് ആക്കി വെക്കണം എന്നതാണ്. DS-160 ഫോമിൽ എല്ലാ സോഷ്യൽ അക്കൗണ്ടുകളുടെയും ഹാൻഡിൽസ് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. സെക്യൂരിറ്റി റീസൺസിൻ്റെ പേരിൽ
ഒഫീഷ്യൽസിന് ഇത് പരിശോധിക്കുവാൻ സാധിക്കേണ്ടതുമാണ്. മറ്റൊരു പ്രധാന മാറ്റം, അറ്റ്ലീസ്റ്റ് 2 ബിസിനസ് ഡേയ്സിന് മുൻപ് കറക്റ്റും കംപ്ലീറ്റുമായ DS-160 ഫോം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ഈ DS-160 ഫോം ഉപയോഗിച്ച് തന്നെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ്. DS-160 ഫോമിലുള്ള ബാർകോഡ് തന്നെയാണ് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തണം. ഇത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മാച്ചിങ് ബാർകോഡ് ഉപയോഗിച്ച് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യണം. ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ കറക്റ്റും അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളുമായി മാച്ച് ചെയ്യുന്ന ബാർകോഡും ഉള്ളതുമായ DS-160 കൺഫർമേഷൻ പേജും ഹാജരാക്കേണ്ടതാണ്. മറ്റൊന്ന്, മാരേജ് ബേസ്ഡ് വിസ ആപ്ലിക്കൻസിന് കൂടുതൽ സ്ട്രിക്റ്റ് ആയ ഡോക്യുമെൻറ്റേഷനും വെരിഫിക്കേഷനും ഉണ്ടാകും എന്നതാണ്. മറ്റൊരു സുപ്രധാന മാറ്റം, പുതുതായി H-1B വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ $1 lakh വൺ ടൈം ഫീ അടയ്ക്കേണ്ടതാണ്. ഇത് 2025 സെപ്റ്റംബർ 21 മുതൽ പ്രാബല്യത്തിലാണ്. ഇത് പുതിയ H-1B വിസ ആപ്ലിക്കൻസിന് മാത്രമേ ബാധകമായുള്ളൂ. റിന്യൂവൽസിനും എക്സ്റ്റൻഷനും ബാധകമല്ല. H-1B വിസ അപ്രൂവലിന് 2025 70% ഡ്രോപ്പ് ഉണ്ടായി എന്നതാണ് ഈ റൂൾ ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. ഈ ന്യൂ അപ്ഡേറ്റ്സ് മൂലം US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസിന് കൂടുതൽ ചലഞ്ചസ് നേരിടേണ്ടി വരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ലോങ്ങർ വെയിറ്റ് ടൈം ഫോർ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾസ്, ട്രാവൽ കോസ്റ്റിലുള്ള വർധനവ്, കൂടുതൽ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ്, ഫ്ലെക്സിബിലിറ്റി കുറവ് എന്നിവയാണ് ഈ ചലഞ്ചസ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ടൈമിന് വളരെ മുൻപ് തന്നെ വളരെ ശ്രദ്ധയോടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആരംഭിക്കണമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, US വിസ ആപ്ലിക്കൻസ് എപ്പോഴും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റായ USCIS, അതായത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കേണ്ടതാണ്. US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ റിജക്ഷൻസ് ഒഴിവാക്കുന്നതിന് ഏറ്റവും ആദ്യം അറിയേണ്ടത് തങ്ങളുടെ വിസ ടൈപ്പാണ്. അതിന് RVG ഇൻസൈറ്റ്സിൻ്റെ നോ യുവർ വിസ ടൈപ്പ് എന്ന വീഡിയോ കാണുന്നത് നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം RVG ഇൻസൈറ്റ്സ്.